കേൾക്കുന്ന പ്രദേശത്തെ ചെറ്റക്കൂരകളിൽ 35 വയസ്സായിട്ടും കല്യാണം കഴിച്ചു കൊടുക്കപ്പെടാൻ കഴിയാതിരിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ പറ്റി ശ്രദ്ധിക്കാറില്ല. ഈ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരണം. കാരണം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ പ്രവാചകനായി. കരുണയാണ് പ്രവാചകൻ പഠിപ്പിച്ചതെന്ന ദൈവത്തിന്റെ നാഥന്റെ സ്വഭാവങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന വിശേഷണം കാരുണ്യവാൻ എന്നുള്ളതാണ്. പ്രവാചകൻ ലോകത്തിലെ മൊത്തം കാരുണ്യമായിരുന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികൾ വിശുദ്ധ റബീഉൽ അവ്വൽ മാസം പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടുമ്പോൾ ദാരിദ്ര്യം അനുഭവിച്ച പ്രവാചകൻ, കഷ്ടപ്പാട് അനുഭവിച്ച പ്രവാചകൻ, വേദന അനുഭവിച്ച പ്രവാചകൻ 3 വർഷമാ മക്കളെ സാമൂഹ്യ ബഹിഷ്കരണത്തിന് വിധേയനായത്. 3 വർഷമാണ് പ്രവാചകൻ സാമൂഹ്യ ബഹിഷ്കരണത്തിന് വിധേയനായത്. പച്ചലയും പച്ചവെള്ളവും മാത്രം കഴിച്ച് 3 വർഷം പ്രവാചകന് ജീവിക്കേണ്ടി വന്നു. സത്യത്തിന്റെ സന്ദേശം പറഞ്ഞതിന്റെ പേരിൽ ഇഷ്ടപ്പെടാതിരുന്ന കുറുമ്പന്മാരായ അറബികൾ മഹാനായ പ്രവാചകന് മഹാനായ കവിവള്ളത്തോട് പറഞ്ഞതുപോലെ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം. കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തെ പറ്റി പറയുകയാണ്. ഏത് കണ്ടാലും അതൊക്കെ ഈശ്വരനാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന മഹാകവി വള്ളത്തോള പറയുന്നത്, മഹദനിയല്ല പറയുന്നത്. ഏത് കണ്ടാലും ഈശ്വരനാണെന്ന് പറഞ്ഞ് നടന്ന അറബികൾ, ഈ നിങ്ങൾ കൂപ്പും മരമല്ല കല്ലല്ല അല്ലാഹു സർവാദിശക്തനേകൻ. ഈ നിങ്ങൾ കൂപ്പും മരമല്ല കല്ലല്ല അല്ലാഹു സർവാദിശക്തനേകൻ. ഈ സന്ദേശം പറഞ്ഞതിന്റെ പേരിൽ മഹാനായ പ്രവാചകൻ കല്ലെറിയപ്പെട്ടു, പ്രവാചകൻ ആക്രമിക്കപ്പെട്ടു, പ്രവാചകൻ ആട്ടിയോടിക്കപ്പെട്ടു. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പ്രവാചകൻ സഹിച്ചു. 3 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 3 വർഷമാണ് സാമൂഹ്യ ബഹിഷ്കരണത്തിന് വിധേയമാക്കിയത്. ആകെ കഴിക്കാനുള്ളത് ആ കാലത്ത് എന്താ? അബീ ത്വാലിബിലെ മലഞ്ചെരുവിലാ പോയത്. ആ മലഞ്ചെരുവിലേക്ക് മാറ്റിയോടിക്കപ്പെട്ട പ്രവാചകനും കുടുംബവും 3 വർഷം പട്ടിണി കിടന്നു. പച്ചലയും പച്ചവെള്ളവും മാത്രം കഴിച്ചിട്ട് അവസാനം പ്രവാചകൻ എന്തെങ്കിലും ഒരു ചേഞ്ച്, ഇലയും വെള്ളവും കഴിച്ച് നാവ് മരവിച്ചപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കോരാൻ വെച്ചിരുന്ന തോലിന്റെ ബക്കറ്റിന്റെ അറ്റത്ത് നിന്ന് ഒരല്പം തോല് ചെത്തിയെടുത്ത് പീസാക്കി മുറിച്ചിട്ട് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിച്ചു. രുചിയൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി, നാവിന്റെ മരവിപ്പൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി അങ്ങനെ വിഷമങ്ങളും പ്രയാസങ്ങളും സഹിച്ച പ്രവാചകൻ. ഇതൊക്കെ സഹിക്കേണ്ടി വന്നിട്ട് പ്രവാചകൻ ഇത് ചെയ്ത ആരോടെങ്കിലും പ്രതികാരം ചെയ്തോ? പ്രവാചകനെ ആട്ടി ഓടിച്ചില്ലേ? തായിഫിലെ മലഞ്ചെരുവിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ശഅബ് അബീ ത്വാലിബിൽ ഇങ്ങനെ ഇട്ട് പീഡിപ്പിച്ചിട്ട് 3 കൊല്ലം കഴിഞ്ഞ് ആ നാട്ടിലെ ചില മാന്യന്മാർ ഇടപെട്ട് അദ്ദേഹത്തിന് മോചനം കിട്ടി. അവിടുന്ന് താഴെ വന്നപ്പോൾ മഹാനായ പ്രവാചകൻ മലഞ്ചെരുവിൽ നിന്ന് താഴെ വന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ മരണപ്പെടുകയാണ്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ തനിക്ക് എല്ലാമായിരുന്ന തന്റെ പ്രിയപ്പെട്ട എളാപ്പ അബൂ ത്വാലിബ് മരണപ്പെടുകയാണ്. 2 മരണങ്ങളും കൂടി ആയപ്പോൾ ഇനി ആരും പ്രവാചകനെ സഹായിക്കാനില്ലെന്ന് കണ്ടപ്പോൾ അംശം കടന്നിട്ടില്ലാത്ത ശത്രുക്കള് മഹാനായ പ്രവാചകനെ ഉപദ്രവിച്ചു. അവിടുത്തെ തലയിൽ ചെളിവാരി വെച്ചു. അവിടുത്തെ മുന്നിൽ വെച്ച് അവിടുത്തെ പ്രിയപ്പെട്ട പുത്രിയെ ആക്രമിച്ചു. ഇതൊക്കെ ചെയ്തു. അവസാനം പ്രവാചകൻ ഇവിടെ നിന്നിട്ട് എന്റെ സന്ദേശം പ്രചരിപ്പിച്ചാൽ ഇത് ഏറ്റുവാങ്ങാൻ ആരെയും കിട്ടൂല, പീഡനങ്ങൾ മാത്രമായിരിക്കും ബാക്കി എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രവാചകൻ 15 ഗോത്രങ്ങളെ മറ്റ് നാടുകളിൽ സമീപിച്ചു ഈ സത്യത്തിന്റെ സന്ദേശം ഏറ്റുവാങ്ങാൻ വേണ്ടി. അവസാനം ത്വായിഫ് തന്റെ ഉമ്മാടെ നാടാണ്, തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ നാടാണ്. മാതാവിന്റെ ബന്ധുക്കളിൽ നിന്ന് കാരുണ്യം കൂടുതൽ പ്രതീക്ഷിക്കാമെന്ന് കരുതിക്കൊണ്ട് മഹാനായ പ്രവാചകൻ ത്വായിഫിലേക്ക് പോയി. കിലോമീറ്ററുകളോളം മല കയറി യാത്ര ചെയ്ത് ത്വായിഫിലെത്തി. ത്വായിഫിലെ പ്രമാണിമാരെ പോയി കണ്ടിട്ട്, ഞാൻ സത്യത്തിന്റെ സന്ദേശവാഹകനാണ്, സർവശക്തനായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കണം, ദൈവത്തിന്റെ ഏകത്വത്തെ നിങ്ങൾ അംഗീകരിക്കണം, ഞാൻ ദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന സന്ദേശം പറഞ്ഞപ്പോൾ മഹാനായ പ്രവാചകനെ എന്താ ചെയ്തത്? ത്വായിഫിലെ പ്രമാണിമാർ തെരുവ് കുട്ടികളെ വെച്ചിട്ട് പ്രവാചകനെ കല്ലെറിയിപ്പിച്ചു. പ്രവാചകനെ ഭ്രാന്തനെന്ന് വിളിച്ചു. പ്രവാചകൻ ഏറുകൊണ്ട് ഓടി കിലോമീറ്ററുകളോളം രക്ത
രക്തം കാലിൽ നിന്ന് ഒഴുകുന്ന നിലയിൽ ഓടി. ആ കാലിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും പ്രവാചകൻ ആരോടും പകയില്ല, പ്രവാചകൻ ആരോടും വിദ്വേഷമില്ല. തായിഫിലെ മലഞ്ചെരുവിൽ മഹാനായ പ്രവാചകൻ വന്നിരുന്നു. തന്റെ കൂടുണ്ടായിരുന്ന ഏക സഹായിയോട്, സെയ്ദ് ബിൻ ഹാരിസ് എന്ന സഹായിയോട്, ഇതേ ഒരല്പം വെള്ളം കുടിക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ചു. ഏറുകൊണ്ട് രക്തം ശരീരത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക. ആ കാരുണ്യത്തിന്റെ കടലായ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കാരുണ്യത്തിന്റെ കണ്ണീരാപ്പോഴും ഒഴുകുന്നത്. പ്രവാചകൻ ചോദിക്കുന്നു, ആ ഒരല്പം വെള്ളം കിട്ടുമോ? വെള്ളം വാങ്ങാൻ വേണ്ടി സെയ്ദ് ബിൻ ഹാരിസ് തായിഫിലെ ഓരോ വീടുകൾക്ക് മുന്നിലും പോവുകയാണ്. ഓരോ വീടിന്റെ മുന്നിലും ചെന്നിട്ട് ചോദിക്കുക, അല്പം വെള്ളം തരുമോ? ആർക്കാ? മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കാനാ? ഇല്ല, ആ ഭ്രാന്തന് കുടിക്കാൻ വെള്ളം തരില്ല. അവൻ ഞങ്ങളുടെ കാക്കകാരണവന്മാരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തള്ളിപ്പറയുകയാണ്. അവനെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലുക എന്നല്ലാതെ വെള്ളം തരുന്ന പ്രശ്നമേ ഇല്ലെന്ന് പറയുമ്പോൾ ഓരോ വീട്ടിലും പോയിട്ട് പ്രവാചകൻ വെള്ളം കുടിക്കാൻ ദാഹിച്ചിരിക്കുകയാണല്ലോ എന്നോർത്ത് വേദനിക്കുന്ന ഹൃദയത്തോടെ ഓരോ വീട്ടിലും പോയി അവസാനം വെള്ളം കിട്ടാതെ കാലിപാത്രവുമായി കണ്ണീരും ഒഴുക്കിക്കൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സെയ്ദ് ബിൻ ഹാരിസ് എത്തി. ഇങ്ങനെയൊക്കെ പീഡിപ്പിച്ചവർ, ഇങ്ങനെയൊക്കെ ആക്രമിച്ചവർ ക്രിസ്തുവർഷം 632 മാർച്ച് മാസം 31-ാം തീയതി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആട്ടിപ്പായിച്ച ഈ മക്കത്ത് നിന്ന് പ്രവാചകൻ ഓടിപ്പോകേണ്ടി വന്നു. മദീനയിൽ പോയി ജീവിക്കേണ്ടി വന്നു. മദീനയിൽ പോയി താൻ സ്ഥാപിച്ച രാഷ്ട്രത്തിലെ 10,000-കണക്കിന് വരുന്ന പോരാളികളുമായിട്ട് പിറന്ന നാട്ടിലേക്ക് പ്രവാചകൻ വരികയാണ്. പിറന്ന നാട്ടിലേക്ക് പ്രവാചകൻ വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആയിരക്കണക്കിന് 10,000-കണക്കിന് പ്രിയപ്പെട്ട അനുയായികളായ പോരാളികൾ, ആ പോരാളികളോടൊപ്പം മദീനയിൽ നിന്ന് മലമടക്കുകൾ താണ്ടി മക്കയിലേക്ക് പ്രവാചകൻ വരികയാണ്. പ്രവാചകൻ അപ്രതീക്ഷിതമായ ഒരു മുഹൂർത്തത്തില് 10,000-കണക്കിന് അനുയായികളുമായിട്ട് മക്കയിലേക്ക് വന്ന് കടന്നു കയറിയപ്പോൾ മക്കക്കാർ സ്തംഭിച്ചു നിന്നുപോയി. എന്താ സംഭവിക്കുന്നതെന്നറിയാതെ എല്ലാവരും മിഴിച്ചു നിൽക്കുകയാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലയുടെ ഓരത്ത് വന്ന് 10,000-കണക്കിന് അനുയായികളുമായി നിൽക്കുന്നു. അവരുടെ എല്ലാവരുടെ കയ്യിലും വാളുകളുണ്ട്. ഒരറബിയും വാള് പിടിക്കാത്തതായിട്ടില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് കാലിന്റെ മുട്ടുകൾ കൂട്ടിയിടിച്ചുകൊണ്ട് നിൽക്കുന്ന മക്കയിലെ പ്രമാണികളുടെ മുന്നിൽ പ്രവാചകൻ നിന്നിട്ട് ചോദിച്ചു, മക്കക്കാരെ, എന്നെ നിങ്ങൾ കല്ലെറിഞ്ഞവരാണ്, എന്നെ നിങ്ങൾ ആട്ടിപ്പായിച്ചവരാണ്, എന്നെ നിങ്ങൾ പട്ടിണിക്കിട്ടവരാണ്, എന്റെ പൊന്നോമന മകളെ എന്റെ മുന്നിൽ വെച്ച് ക്രൂരമായി ആക്രമിച്ചവരാണ്. ഈ കഅബാലയത്തിന്റെ തിരുമുമ്പിൽ ഞാൻ വന്ന് സാഷ്ടാംഗം ചെയ്തപ്പോൾ എന്റെ പുറത്ത് ചീഞ്ഞെറിഞ്ഞ ഒട്ടകത്തിന്റെ കൊടൽമാലകൾ കൊണ്ടിട്ടവരാണ്. ഞാൻ നടന്നു പോകുന്ന വഴിയിൽ കുപ്പിച്ചില്ലുകളും മുള്ളുകളും വിതറിയവരാണ്. ഞാൻ ഈ നാട്ടിൽ നിന്ന്, നിങ്ങളുടെ അക്രമങ്ങളിൽ നിന്ന് മാറി ഞാൻ മദീനയിൽ പോയി സ്വസ്ഥമായി കഴിയാൻ ശ്രമിച്ചപ്പോൾ അവിടെയും വന്ന് നിങ്ങൾ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചവരാണ്. എന്റെ അനുയായികളെ കൊന്നൊടുക്കിയവരാണ്. നിങ്ങൾ ഒരുപാട് ക്രൂരത കാണിച്ചവരാണ്. ഒരുപാട് എന്നോട് ക്രൂരത കാണിച്ചവരാണ്. ഇങ്ങനത്തെ നിങ്ങളോട് ഞാൻ എന്ത് സമീപനം സ്വീകരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ആരാണ് ഈ അറബികൾ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഒട്ടകം, ഒരു ഈത്ത, ഒരു മുന്തിരിച്ചെടിയുടെ ഇല കടിച്ചതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം നടത്തുന്ന സ്വഭാവമുള്ള ഈ അറബികളുടെ മുന്നിലാണ് പ്രവാചകൻ ആയിരക്കണക്കിന് അനുയായികളുമായി, 10,000-കണക്കിന് അനുയായികളുമായി വന്നു നിന്നിട്ട് ചോദിക്കുന്നത്, യോദ്ധാക്കളായ അനുയായികളോടൊപ്പം നിന്നുകൊണ്ട് ചോദിക്കുന്നത്, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അവരെല്ലാവരും പറഞ്ഞെന്താണെന്നറിയോ? മുഹമ്മദേ, നിനക്ക് ഞങ്ങളോട്